അടിവേർ കുറയ്ക്കാനും വയറ്റിലെ A to Z പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് A to Z ടാബ്ലറ്റ്. അടിവേർ കൂടാനുള്ള കാരണം കൊഴുപ്പാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത് മാത്രമല്ല, അതിലൊക്കെ ഉപരിയായിട്ട് വൻകുടലിൽ മലം കെട്ടിക്കിടന്ന് കുടൽ വികസിക്കുന്നത് കൊണ്ടാണ് ശരിക്കും അടിവേർ ഉണ്ടാകുന്നത്. ഒരു പ്രാവശ്യത്തെ A to Z ടാബ്ലറ്റിൻ്റെ ഉപയോഗത്തിലൂടെ 700 ഗ്രാം വരെ വെയിറ്റ് കുറയും. അതോടൊപ്പം തന്നെ അടിവേർ 2 ഇഞ്ച് വരെ കുറയുന്നതായിട്ട് നമുക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാം. കൂടാതെ നമ്മളിൽ പലരും നേരിടുന്ന വയറ്റിലെ പ്രശ്നങ്ങളായ മലബന്ധം, പുളിച്ച് തികട്ടൽ, ഫുഡ് കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, കുറച്ച് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞായി തോന്നുക, വയറ്റിൽ ഗ്യാസ് നിറയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് മലബന്ധമാണ്. സ്കിന്നിലുണ്ടാകുന്ന കുരുക്കൾ, ചൊറിച്ചിൽ പാടുകൾ, അതുപോലെ തന്നെ വയറ്റിലുണ്ടാകുന്ന ഗ്യാസ് ട്രബിൾ, ചിലരിലുണ്ടാകുന്ന വായുനാറ്റം, ഇതിനെല്ലാം മലബന്ധമാണ് അടിസ്ഥാനപരമായ കാരണം. അതുപോലെ തന്നെ തലവേദന, മുടി കൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോവുക, താരൻ, ഇവയ്ക്കെല്ലാം അടിസ്ഥാനപരമായ കാരണം മലബന്ധമാണ്. മാനസിക പ്രശ്നങ്ങളായ ദേഷ്യം, ഇറിറ്റേഷൻ, അതുപോലെ ജീവിതശൈലി രോഗങ്ങളായ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവയ്ക്കും മലബന്ധം കാരണമാകുന്നുണ്ട്. ഈ ടാബ്ലറ്റ് കഴിക്കുന്ന ദിവസം രാത്രി അരവേർ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അരവേർ ഭക്ഷണം കഴിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ടാബ്ലറ്റ് കഴിക്കേണ്ടത്. ഈ ടാബ്ലറ്റ് കഴിക്കുന്ന ദിവസം മാത്രം ഇറച്ചി, മീൻ, പാല്, മുട്ട അങ്ങനെയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അല്ലാത്ത ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ആഹാരങ്ങളും കഴിക്കാവുന്നതാണ്. 8 ടാബ്ലറ്റ് അടങ്ങിയ ഒരു ബോട്ടിലിന് 800 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന എല്ലാ മരുന്നുകളും ഗവൺമെൻറ് അംഗീകൃതമാണ്, GMP സർട്ടിഫൈഡ് ആണ്, ISO അംഗീകാരമുള്ളതാണ്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മരുന്ന് തരുന്നത്. വെറുതെ വയറ് കുറയ്ക്കാനും വയറിളക്കാനും വേണ്ടിയിട്ടുള്ളതല്ല A to Z ടാബ്ലറ്റ്. നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിലൂടെ ഉള്ളിൽ ചെല്ലുന്ന വിഷാംശങ്ങളും അതുപോലെ തന്നെ പാക്കഡ് ഫുഡിലൂടെയും ജങ്ക് ഫുഡിലൂടെയൊക്കെ ഉള്ളിൽ ചെല്ലുന്ന രാസവിഷ മാലിന്യങ്ങളെയും പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് A to Z ടാബ്ലറ്റ് നമ്മളെ സഹായിക്കുന്നത്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ പോകുന്ന രാസവിഷ മാലിന്യങ്ങളാണ് ട്യൂമർ അഥവാ മുഴകൾക്കും അതുപോലെ തന്നെ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്കും കാരണമാകുന്നത്. ഇവയെ പ്രതിരോധിക്കാൻ A to Z ടാബ്ലറ്റ് നമ്മളെ സഹായിക്കുന്നു. A to Z ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ആദ്യം വൻകുടലിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന മലം പൂർണ്ണമായും വയറ്റിൽ നിന്ന് പോകും. അതിനുശേഷം രണ്ടാമത് കറുത്ത കളറിൽ വയറ്റിൽ നിന്ന് പോകുന്ന കാണാം. അത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളാണ്. മൂന്നാമതായി മഞ്ഞ കളറിൽ വയറ്റിൽ നിന്ന് പുറത്ത് പോകുന്നത് കാണാം. അത് എക്സസ് ആയിട്ടുള്ള പിത്തരസമാണ്. നാലാമതായിട്ട് വെള്ള കളറിൽ വയറ്റിൽ നിന്ന് പോകുന്നത് കാണാം. അത് ശരിക്കും കഫമാണ്, എക്സസ് ആയിട്ടുള്ള കഫമാണ്. അങ്ങനെ വാതപിത്ത കഫദോഷങ്ങളെ ദൂരീകരിച്ച് ദീർഘായുസോടുകൂടിയും ആരോഗ്യത്തോടെ ഒക്കെ ഇരിക്കാൻ A to Z ടാബ്ലറ്റ് നമ്മളെ പ്രാപ്തരാക്കുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി ആഗ്രഹിച്ച് ഒരു ബൈക്കോ കാറോ വാങ്ങി അത് യാതൊരു സർവീസും ചെയ്യാതെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 20,000 30,000 കിലോമീറ്റർ ആയി കഴിയുമ്പോഴത്തേക്കും കെട്ടിവലിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥ വരും. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യവും. ഒരു 20 വയസ്സ് മുതൽ തന്നെ നമുക്കൊക്കെ തന്നെ അസുഖങ്ങൾ വരാൻ തുടങ്ങും. ഇതെല്ലാം ശാസ്ത്രീയമായ മരുന്നുകൾ ലഭ്യമാണ്. ഈ മരുന്നുകൾ കഴിച്ച് നമ്മൾ ഈ രോഗങ്ങളെ ഒതുക്കി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൻ്റെ പാർശ്വഫലങ്ങൾ നമ്മളെ മറ്റു പല രോഗങ്ങളിലേക്കും കൊണ്ടുപോയി എത്തിക്കുന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. മുമ്പൊക്കെ ഗവൺമെൻറ് ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ലഭിക്കുമായിരുന്നു. ഇപ്പോൾ അവിടെ റേഷൻ കാർഡിൻ്റെ നിറം നോക്കിയാണ് ബില്ല് വരുന്നത്. ഇൻഷുറൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ നൂലാമാലകൾ വേറെ. തന്നെയല്ല, അസുഖത്തിൻ്റെ വേദന എന്ന് പറയുന്നത് നമ്മൾ തന്നെ സഹിച്ചാലേ മതിയാവത്തുള്ളൂ. ഇതിനൊക്കെയുള്ള ശാശ്വത പരിഹാരമാണ് പല ചികിത്സാശാസ്ത്ര ശാഖകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള സംയോജിത ചികിത്സാ പദ്ധതി. ആരോഗ്യമുള്ളൊരു ശരീരത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരാനുള്ള സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടോ, അതുമല്ലെങ്കിൽ BP, ഷുഗർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായതിന് ശേഷമാണെങ്കിലും ഒരാഴ്ചയെങ്കിലും വന്നൊന്ന് കിടക്കാൻ തയ്യാറായി വന്നാൽ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. സാധാരണക്കാർക്ക് കൂടി ഉപകാരപ്പെടട്ടെ എന്ന രീതിയിൽ ദിവസം 1000 രൂപ മുതൽ തുടങ്ങുന്ന പാക്കേജിലൂടെ ലഭ്യമാണ്. ക്യാൻസർ ഒഴികെ എല്ലാ രോഗങ്ങൾക്കുള്ള ചികിത്സ ഇവിടെ ലഭ്യമാണ്. സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ വന്ന് കിടപ്പിലായ രോഗികൾക്ക് പോലും വളരെ ഫലപ്രദമാണ് ഈ ചികിത്സാ രീതി. പൈൽസ് പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ 4-5 ദിവസങ്ങൾ കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ചികിത്സ എന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. അങ്ങനെയുള്ളവർ നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാ അടിച്ചുപൊളിയും കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒരാഴ്ചയെങ്കിലും ഒന്ന് വന്നു കിടന്നാൽ നല്ല ആരോഗ്യത്തിന് മടങ്ങിപ്പോകാനാകും. നമസ്കാരം, എൻ്റെ പേര് ബിനോയ് എന്നാണ്. ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ തടിയൻ ഞാനായിരുന്നു. ഈ തടിയുള്ളപ്പോഴുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ തടിയാന്ന് വിളിച്ച് കളിയാക്കും. അപ്പോൾ ഈ കളിയാക്കൽ ഒറ്റപ്പേര് വിളി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമം എന്ന് പറയുന്നത് നമ്മൾ തടിയുള്ളവർക്ക്, അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ കളിയാക്കൽ ഒറ്റപ്പേര് വിളി കേട്ട് അതിൻ്റെ ആ ഒരു കോംപ്ലക്സിൽ നിന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി സക്സസ് ആവാൻ പറ്റിയ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്. കാരണം ബിസിനസ് ഒരു പ്രൊഡക്റ്റ്, ഇലക്ട്രോണിക്സ് പഠിച്ച് ഒരു പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കി അങ്ങ് സക്സസ് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പൈസയൊക്കെ ഉണ്ടാക്കി നമ്മുടെ ചിത്രപ്പള്ളി സാറിനെ പോലെയോ അല്ലെങ്കിൽ മറ്റേ ബിലിഗേറ്റ്സിനെ പോലെയോ ഒക്കെ അങ്ങനെ ജീവിക്കാന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചത്. അങ്ങനെ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ച് അപ്പോഴത്തേക്കും വലിയ വലിയ കമ്പനികളൊക്കെ എങ്ങനെ ജോലി ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ബാംഗ്ലൂർക്ക് വണ്ടി കയറി. അവിടെ ഇലക്ട്രോണിക്സ് കമ്പനിയിൽ അവിടെ ചെന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ ഇങ്ങനെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ ജോലി കയറി. അങ്ങനെ ജോലി കയറി കുറേ കാലം അവിടെ ജോലി ചെയ്തുകൊണ്ട് അങ്ങനെ എല്ലാ കമ്പനികളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പഠിക്കാൻ പറ്റത്തില്ലാത്തൊരു മേഖല എന്ന് പറയുന്നത് അത് മാർക്കറ്റിംഗ് ആണ്.
അങ്ങനെ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടി ആ കമ്പനി തന്നെ മാർക്കറ്റിംഗ് പഠിപ്പിക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞില്ല പറ്റത്തില്ല, കാരണം ഭാഷയൊന്നും അറിഞ്ഞിട്ടാത്തതുകൊണ്ട് 2 വീലർ ഓടിയും ഓടിക്കാൻ അറിയത്തില്ല, അപ്പോൾ അതുകൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നു. അതിനുശേഷം ഞാനിങ്ങനെ പേപ്പറിലൊക്കെ നമുക്ക് പരസ്യമൊക്കെ കണ്ടിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഇലക്ട്രോണിക്സ് CFL ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനി പോയി ചെന്ന് അവിടെ മാർക്കറ്റിംഗ് വർക്ക് ചെയ്തു. മാർക്കറ്റിംഗ് വർക്ക് ചെയ്ത് കുറേ അവിടുത്തെ ഇപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനയിൽ നിന്നൊക്കെ വലിയ വലിയ കമ്പനിക്കാരൊക്കെ CFL ഇമ്പോർട്ട് ചെയ്തിട്ട് അവർ വിൽക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ വിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ഒരു രക്ഷയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് അവസാനം വന്നപ്പോഴത്തേക്ക് ശമ്പളം കടയിൽ പോയി പിടിച്ചെടുക്കേണ്ട അവസ്ഥയായി, ശമ്പളം കടയിൽ പോയി പിടിച്ചെടുക്കേണ്ട അവസ്ഥയായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അത് നിർത്തി. അപ്പോൾ പിന്നെ അങ്ങനെ അതൊരു എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഇന്ത്യ മുഴുവൻ പ്രകാരത്തിലുള്ള ഒരു പത്രസ്ഥാപനത്തിൻ്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് എനിക്ക് ജോലി കിട്ടി. അപ്പോൾ ഈ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് കാരണന്മാർ വിളിച്ചിട്ട് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ആ നാട്ടിൽ വന്ന സമയത്ത് ഒരു മാരേജ് ബ്യൂറോയിലും അങ്ങനെ ഒരു ആപ്പിലൊക്കെ പോയി രജിസ്റ്റർ ചെയ്തു. അങ്ങനെ 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടിൽ നിന്ന് തന്നെ എനിക്കൊരു കല്യാണം കഴിക്കാൻ പറ്റി. എൻ്റെ വൈഫ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഹെർബൽ കോസ്മെറ്റിക്സ് ഉണ്ടാകുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടായി. ആ കുട്ടി 2 മാസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തുമാത്രം പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്താ വണ്ടി മേടിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു പറഞ്ഞാൽ ഇതിലൊന്നും ഒരു കഥയില്ല. ശരിക്കും നമ്മുടെ ജീവിതം കൊണ്ട് അടുത്ത ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു പ്രയോജനം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമ്പോഴാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. ശരിക്കും എനിക്ക് തടികൂടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ എനിക്കൊരു ഓപ്പറേഷൻ വേണ്ടി വന്നുകൊണ്ടാണ്. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു വളരെ അസുഖമായിട്ടാണ് ഞാൻ ജനിച്ചു വന്നത്. അതിൻ്റെ പാടാണ് ഇത് ഓപ്പറേഷൻ ചെയ്തിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരാണ് ആ ഇത് സർജറിയിലൂടെ അത് റിമൂവ് ചെയ്തിട്ട് അങ്ങനെയാണ് ശരിക്കും ഞാൻ വീണ്ടും ശരിക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എൻ്റെ കൊച്ചിൻ്റെ മരണം കാരണം യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു. അതുപോലും കണ്ടുപിടിച്ച് അന്നത്തോടുള്ള ഡോക്ടർമാർക്ക് ശരിയാക്കാൻ പറ്റാവുന്നപ്പോഴത്തേക്കും ഒരു ട്രസ്റ്റായിട്ടോ അല്ലെങ്കിൽ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടോ എങ്ങനെയൊന്നും ഫോം ചെയ്ത് എന്തെങ്കിലും ഒരു ഫോം ചെയ്തിട്ട് നല്ല ഹോസ്പിറ്റലോടെ കൊണ്ടുവരുമെന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. പിന്നെ ഞാൻ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം വിട്ടു. അതിനെക്കുറിച്ച് ട്രൈ ചെയ്ത് പോകുന്നപ്പോഴത്തേക്കും അവിടെ ഒരു 10-30 കിലോമീറ്ററുണ്ട്, ഇഷ്ടംപോലെ ആശുപത്രികളുണ്ട്. അതുപോലെ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടാകും. പിന്നെ നമ്മുടെ ആശുപത്രിക്ക് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ട് കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. തന്നെ ദൂരെ എൻ്റെ സഹോദരിയുടെ കുട്ടി അവിടെ ഉണ്ടായത്, ബാക്കി ഞങ്ങളുടെ ബന്ധുക്കാരും ഒക്കെ അവിടെ ഉണ്ടായത്, മൃഗങ്ങൾക്കൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടാകും. പിന്നെ അതിന്റെ കുഴപ്പമെല്ലാം തോന്നി. അപ്പൊ അങ്ങനെ ഞാൻ ആ ഒരു നിമിത്തിൽ നിന്ന് പിൻവാങ്ങി. അങ്ങനെ കൊച്ചു മരിച്ചതിന്റെ ഡിപ്രഷനിൽ ശരിക്കും എൻ്റെ വെയിറ്റ് ഏതാണ്ട് ഒരു 85 കിലോയിൽ നിന്ന് 104 കിലോ വരെയായി. വൈഫിന്റെ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ 45 കിലോയിൽ നിന്ന് ഏതാണ്ട് ഒരു 80 കിലോ വരെയായി. കുട്ടികളില്ല. കുട്ടികളുണ്ടാവുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം കാണിച്ച് ഡോക്ടറെ പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ നോക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ വൈദ്യശാസ്ത്രശാല, ആയുർവേദം, ഹോമിയോപ്പതി, ഇതിനുള്ള എല്ലാ വൈദ്യശാസ്ത്രശാലകളെക്കുറിച്ചും പഠിച്ച് അങ്ങനെ ഗവേഷണം നടത്തിയ അങ്ങനെ എൻ്റെ വെയിറ്റ് 104 കിലോയിൽ നിന്നും 90 കിലോ ആക്കി കുറയ്ക്കാൻ പറ്റി. വൈഫിന്റെ വെയിറ്റ് 75 കിലോയിൽ നിന്നും 55 കിലോ ആക്കി കുറയ്ക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾക്ക് 3 കുട്ടികളെ നൽകിയോ ദൈവം അനുഗ്രഹിച്ചു. ചെറുപ്പത്തിൽ എൻ്റെ അസുഖം കണ്ടുപിടിച്ച് ഓപ്പറേഷൻ ചെയ്തത് ശരിയാക്കിയില്ലായിരുന്നെങ്കിൽ 6 മാസത്തിനുള്ളിൽ ജീവിച്ചിരിക്കേണ്ട ആളല്ല ഞാൻ. അങ്ങനെയുള്ള എനിക്ക് കുട്ടികളെ കുടുംബവും ഒക്കെ നൽകി ലോകം എന്നെ സ്നേഹിച്ചപ്പോൾ ആ ലോകത്തിനോട് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന് കരുതി ഞാൻ തുടങ്ങിയ ആദ്യങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളോട് പോകുന്ന എല്ലാ മരുന്നുകളും ഇന്ത്യ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് ആയുഷ് മന്ത്രാലയത്തിന്റെ രജിസ്ട്രേഷൻ ഉള്ളതാണ്. അതുപോലെ തന്നെ GMB സർട്ടിഫൈഡ് ആണ്, ISO അംഗീകാരമുള്ളതാണ്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് മരുന്ന്